എന്താണ് ബലിപെരുന്നാൾ? ഈ ബലിപെരുന്നാളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ടുവന്നില്ല എങ്കിൽ ഈദുൽ അദ്ഹയിൽ നമുക്കൊരു പ്രതിഫലവും ലഭിക്കില്ല. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ പാപങ്ങളെല്ലാം നമ്മുടെ ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെടുന്ന മനോഹരമായൊരു ദിക്ർ ഇന്ന് ഈ രാവിലെ സമയത്ത് നമുക്ക് ചൊല്ലാനുണ്ട്. പെരുന്നാളിൻ്റെ പകലിൽ ആ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുക നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരും. അതുപോലെ തന്നെ സമ്പത്തിൽ വർധനവ് തരും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ദീർഘായുസ് തരും. മാരക രോഗങ്ങളിൽ നിന്ന് ശിഫാ നൽകും. എല്ലാത്തിലുമുപരി ആഖിറത്തിൽ വലിയ സ്ഥാനം നമുക്ക് നൽകും. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. അവരുടെ ഖബറിലേക്ക് സന്തോഷം എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ദിവസം ഒരു ദിക്ർ ചൊല്ലലാണ്. ആ ദിക്ർ ഏതാണ്? അവരുടെ ഖബറങ്ങ് പ്രകാശിക്കുമെന്നാണ്. അതോടൊപ്പം ബലിപെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊന്ന് വിശദീകരിച്ച് കൃത്യമായി മനസ്സിലാക്കി ഈദുൽ അദ്ഹയുടെ പുണ്യം നേടിയെടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം ഇൻഷാ അല്ലാഹ്. 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, ത്യാഗസ്മരണകൾ അയവിറക്കുന്ന ഈദ് മുബാറക് നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈ ഈദിൻ്റെ പ്രഭാതത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായ, മനോഹരമായ, പോസിറ്റീവ് വൈബുള്ള, നെഗറ്റീവ് ചിന്ത കടന്നു വരാത്ത ഒരു ദിവസം സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉടനെ കഴുത്തൻ്റേതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തൻ്റേതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റ കനിമോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. ആറ്റ കനിമോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. ഉടനെ കഴുത്തൻ്റേതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഈ ഗാനം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടായിരിക്കും അല്ലേ? വല്ലാത്തൊരു അർത്ഥവത്തായ ഗാനം തന്നെയാണത്. എന്താണ് ഇതിൽ പറയണത്? അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ പതറാതെ ഉറച്ചു നിന്നൊരു പ്രവാചകൻ, പതറാതെ ഉറച്ചു നിന്ന ഒരു പ്രവാചകൻ. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. മക്കളില്ലാതെ വേദനിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 90 വയസ്സ് കഴിഞ്ഞപ്പോൾ അള്ളാഹ് മക്കളെ കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊടുത്ത്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കൊടുത്തത്. ആ കുഞ്ഞിനെ മക്കത്തെ മരുഭൂമിയിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. ആ കുഞ്ഞിനെയും തൻ്റെ പ്രിയപ്പെട്ടവളെയും തനിച്ചാക്കി വന്നു. അള്ളാഹിനോട് മറുത്തൊന്നും പറഞ്ഞില്ല. ആ കുഞ്ഞിനെ ബലി നൽകാൻ പറഞ്ഞു, മറുത്തൊന്നും പറഞ്ഞില്ല. എൻ്റെ റബ്ബ് പറയണത് പോലെ ആ കുഞ്ഞിൻ്റെ സ്വഭാവമാണ് നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതല്ലേ. ബാപ്പ അള്ളാഹ് പറഞ്ഞെങ്കിൽ എന്നെ അറുത്തോളൂ, ഞാൻ ക്ഷമിക്കുന്ന കുട്ടിയാണെന്ന് പറയാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ കുഞ്ഞിനെ അങ്ങനെ പ്രാപ്തനാക്കിയ ഒരു പ്രവാചകൻ. വല്ലാത്തൊരു പാഠം നമുക്കിതിലുണ്ട്. നമ്മളെ അള്ളാഹ് പരീക്ഷിക്കുന്നേ. ഒരുപാട് പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണവരുണ്ട്. രോഗം കൊണ്ട്, കടങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ കുലുങ്ങരുത്. ഇബ്രാഹീമിയൻ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങൂല, നമ്മൾ തളരൂല. ഉറപ്പാണ്. നമ്മൾ ഉറച്ചു നിന്നോ.
ക്ഷമിച്ചോ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കരകയറ്റും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ പ്രയാസങ്ങൾക്കും ഒടുവിൽ ഒരു എളുപ്പം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കല്ലേ, നിങ്ങൾക്ക് സമാധാനം ഉണ്ട് എന്ന് ഖുർആനിൻ്റെ അധ്യാപനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മകനെ അറുക്കേണ്ടി വന്നോ? വന്നില്ല. എത്ര ഹൃദ്യമാണല്ലേ ആ ചരിത്രം. ക്ഷമിച്ചുറച്ച് നിന്നാൽ മതി, അല്ല നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാൾ ദിവസം ഹബീബായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദ്യമായി പാലിക്കപ്പെടേണ്ട ചില സുന്നത്തുകളുണ്ട്. ഈ സുന്നത്തുകൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് പെരുന്നാളിൻ്റെ പുണ്യമൊന്നും കിട്ടൂലെന്നേ. വെറുതെ ഒരു അടിച്ചുപൊളി ദിവസം പോലെയാകും അല്ലേ. പെരുന്നാൾ ആഘോഷത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ മറക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു 10 സുന്നത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കി പെരുന്നാൾ മനോഹരമായി തീരും. കുറച്ച് അദ്കാർ പറയാനുണ്ട്, അത് ശേഷം പറയാം. ഒന്നാമത്തേത്, ഇത് ബലി പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ബലിക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണല്ലേ. അപ്പോൾ ഈ ഉലഹിയ്യത്തിൽ പോയി പങ്കെടുക്കുക എന്നുള്ളൊരു കർമ്മമുണ്ട്. ഉലഹിയ്യത്തിന് ഷെയർ ചേർന്ന നമ്മുടെ ആളുകളുണ്ടല്ലോ, വീട്ടിലുള്ളവർ, പുരുഷന്മാരെന്ത് ചെയ്യുക, ഉലഹിയ്യത്തിൽ പോയി പങ്കെടുക്കുക. പള്ളിയിലാണ് ഉലഹിയ്യത്ത് അറക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ ഹാജറാവുക. ആ കഴുത്തിൽ, മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കണത് പോലൊരു വേദന അനുഭവിക്കണം എന്നാണ്. ആ ഒരു പ്രയാസം ഉണ്ടാക്കണം. ആ തഖ്വയാണ് അള്ളാഹുവിലേക്ക് ഉയരുക. അല്ലാണ്ട് അള്ളാഹ്ക്ക് നിങ്ങളുടെ ഇറച്ചിയും ചോരയൊന്നും വേണ്ടെന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഹാജരാവുക. രണ്ടാമത്തേത്, അറുക്കണത് വരെ നിങ്ങളുടെ മുടി രോമം ഒന്നും കളയാൻ പാടില്ല. അറുത്ത് കഴിഞ്ഞാൽ കളയാന്ന് പറഞ്ഞാൽ താടി മുഴുവൻ ക്ലീൻ ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. താടി ക്ലീൻ ഷേവ് ചെയ്ത് മീശ വളർത്തുന്നവർ ജൂതന്മാർക്ക് സമാനമാണ്. അവർ നാളെ ജൂതന്മാരോടൊപ്പം ചേർക്കും, തീയാരാധകർ മജൂസികളോടൊപ്പം ചേർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരോട് കൃത്യമായിട്ട് പറയണം കേട്ടോ. മൂന്നാമത്തേത്, നമ്മൾ കൃത്യമായി ഇതിന് ശേഷം നമ്മൾ മുടി നീക്കണം എന്ന് പറഞ്ഞു. പിന്നെയോ അല്പം ഭക്ഷിക്കുക. ഏതിൽ നിന്ന്? ഉദഹിയ്യത്തിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം നമ്മൾ എടുത്ത് ഭക്ഷിക്കുക. അല്പം നമുക്ക് എടുക്കാം, ബാക്കി പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സമ്പന്നർക്ക് കൊടുക്കണ്ടെന്നല്ല, നേർച്ചയാക്കിയ ഉദഹിയ്യത്താണെങ്കിൽ മുഴുവനും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. ഫക്കീർ മിസ്കീന് കൊടുക്കണം അല്ലേ. എന്നാലും നേർച്ചയാക്കാത്ത നമ്മുടെ സാധാ സുന്നത്തായ ഉലഹിയ്യത്താണെങ്കിൽ അല്പം നമ്മൾ ഭക്ഷിച്ചിട്ട് ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ കുളിക്കണം. അതായത് ഇന്ന് നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെ കുളിക്കണം? ബലിപെരുന്നാൾ ദിവസത്തിലെ സുന്നത്തായ കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് കുളിച്ചാൽ നമുക്കതിൻ്റെ പ്രതിഫലം, ഒരു സുന്നത്ത് അനുഷ്ഠിച്ച പ്രതിഫലം കൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക, പുതിയ വസ്ത്രം ധരിക്കുക. ഇനി പുതിയത് തന്നെ വേണമെന്നില്ല, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം എന്താണ്? അത് ധരിക്കുക. അതുപോലെ സുഗന്ധമൊക്കെ പൂശിയിട്ട് മനോഹരമായി നല്ല ഭംഗിയാവുക എന്നുള്ളതാണ്. അടുത്തത് തക്ബീർ ധാരാളം ചൊല്ലുക. നമ്മുടെ വഴിത്താരകൾ, നമ്മുടെ ഭവനങ്ങൾ ഇല്ലേ, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ സുബിഹി മുതൽ, അറഫയുടെ സുബിഹി മുതൽ അയ്യാമു തശ്രീക്കിൽ അവസാന ദിവസത്തിൻ്റെ അസുറിന് ശേഷം വരെ തക്ബീർ സുന്നത്താണ്. അപ്പോൾ നമ്മുടെ ഈ പെരുന്നാൾ ദിവസം വഴിത്താരകൾ മുഴുവൻ തക്ബീർ ചൊല്ലുക. നമ്മുടെ വീട്ടിൽ തക്ബീറിൽ അല്പം സൗണ്ട് ഉയർത്തി ചൊല്ലലാണ് സുന്നത്ത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹൃദ്യമായി തക്ബീർ ചൊല്ലാം. അതുപോലെ പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാർ അവർ നടന്നുകൊണ്ട് പോകലാണ് ഏറ്റവും നല്ലത്. പള്ളിയുടെ അടുത്ത് വീടൊക്കെ ഉള്ളവരാണെങ്കിൽ വണ്ടി എടുക്കണ്ടെന്നേ, നടന്ന് പള്ളിയിൽ പോകുക. തിരക്കും കുറയും, നമുക്ക് സുന്നത്തിൻ്റെ കൂലിയും കിട്ടും. നടക്കുന്ന ഓരോ ചവിട്ടടിക്കും കൂലിയാണല്ലോ എൻ്റെ അടുക്കൽ. മലക്കുകളിങ്ങനെ നമ്മുടെ ലിസ്റ്റ് പേരെഴുതി വെക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കാത്തു നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റൊരു സുന്നത്ത്, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുക. പെരുന്നാളിന് പോലും പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കണം. അതത് ഏറ്റവും ശക്തമായൊരു സുന്നത്താണ് പെരുന്നാൾ ദിവസത്തിൽ. അതുപോലെ ബലിപെരുന്നാൾ ദിവസമാണെങ്കിൽ നിസ്കാര ശേഷം ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. അതായത് ചെറിയ പെരുന്നാളിന് നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കലാണ്. അതായത് ചെറിയ എന്തെങ്കിലും ലഘുഭക്ഷണം, വല്ല കാറൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകൽ സുന്നത്തുണ്ട്. ബലിപെരുന്നാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുക, അതാണ് സുന്നത്ത്. ഇനി രാവിലെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ട്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മോർണിംഗ് സിക്നസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ പ്രയാസം, അവർ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് കഴിക്കാം, നിർബന്ധമൊന്നുമില്ല, സുന്നത്തായ കാര്യമാണ്, അതിന് പ്രതിഫലമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആശംസകൾ പറയാം, പെരുന്നാൾ ആശംസകൾ പങ്കുവെക്കാം.
എങ്ങനെ വേണമെങ്കിലും പറയാം, ഈദ് മുബാറക്ക് എന്ന് പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ സുന്നത്ത് അതല്ല. ഇസ്ലാമികമായി സ്വഹാബത്ത് ചെയ്ത രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു നന്മകളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ആ ഒരു പ്രാർത്ഥന, ആ ഒരു ഈദ് മുബാറക്ക്, ഒരു വിശ്വസ് നമുക്കിടയിൽ കൃത്യമായിട്ട് കടന്നു വരിക, ആശംസകൾ കൈമാറുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ സുന്നത്തായൊരു സ്വഭാവമാണ്, എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യുക, ഹദിയ ചെയ്യുക. ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ കുറച്ച് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ടുണ്ട്. അത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ പാവപ്പെട്ടവരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. അതുപോലെ സമ്മാനങ്ങൾ, ഹദിയ കൊടുക്കുക. ഭർത്താവിന് സമ്മാനം കൊടുക്കുക, ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കുക, ഹദിയ കൊടുക്കുക. അതൊക്കെ വളരെ സുന്നത്തായ കാര്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ വാങ്ങിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. പിന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് ഒരു വഴി പോവുക, മറ്റൊരു വഴി തിരിച്ചു വരിക, ഒരു വഴി പോവുക, മറ്റൊരു വഴി തിരിച്ചു വരിക. അങ്ങനെ പോകുന്നത് കൊണ്ട് രണ്ട് വഴിയും നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സുന്നത്ത് സന്തോഷം പ്രകടിപ്പിക്കലാണ്. സന്തോഷം പ്രകടിപ്പിക്കുക, എങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാം? ഹലാലായ രീതിയിലൊക്കെ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം. കുടുംബത്തോടൊപ്പം പാട്ട് പാടാം, എന്തെല്ലാം സന്തോഷങ്ങളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാഴ്ച കാണാണ്, ചെറിയ കുട്ടികൾ ഇങ്ങനെ നിന്ന് ദഫ് മുട്ടിയിട്ട് പാടി കളിക്കുക. അപ്പം നബിതങ്ങൾ വരണത് കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിള്ളേരോട് പറഞ്ഞു, മക്കളെ ഉണ്ടായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന് അവരുടെ ദിവസമല്ലേ, അവരാഘോഷിക്കട്ടെ, അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ പാടുക, ഒരുമിച്ചിരുന്ന് ഇല്ലുമിനാറ്റി പാടി കളിക്കരുത്. ഇന്ന് പാട്ട്, നല്ല പാട്ടുകൾ, ഇസ്ലാമികമായ നല്ല ഗാനങ്ങൾ പാടുക, നല്ല ഗാനങ്ങൾ, മുത്തുനബിയുടെ മദ്ഹുകൾ, അല്ലേ, ഹൈറായ ഗാനങ്ങൾ. ഇനി വീട്ടിൽ നിങ്ങളെല്ലാവരും കൂടെ കസേര കളിച്ചോ, ഓട്ട മത്സരം നടത്തിക്കോ. അങ്ങനെ നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകളായി എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം, അതൊക്കെ സന്തോഷം പങ്കിടാം. അതൊക്കെ സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ പാലിക്കുക. ഏറ്റവും പ്രധാനം കുടുംബ ബന്ധം വിച്ഛേദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കുടുംബ ബന്ധം മുറിച്ച് വയ്ക്ക്, പെരുന്നാളും ഇല്ല, അറഫയില്ല, ഹജ്ജും ഇല്ല, ഒന്നുമില്ല, ഒരു സാധനം കിട്ടൂല. കുടുംബക്കാരെയൊക്കെ ഒന്ന് വിളിക്കുക, പോകാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിളിക്കാം, മുത്താപ്പ സുഖമല്ലേ, കൊച്ചാപ്പ സുഖമല്ലേ, ഒന്ന് വിളിച്ചേക്കാം. അവരല്ലേ വിളിക്കേണ്ടത്, ഞാനെങ്ങനെ വിളിക്കും? അങ്ങനെ ചിന്തിക്കണ്ട. ഇനി മുത്താപ്പായാണ് ഇത് കേൾക്കണമെങ്കിൽ പിള്ളേരെ അങ്ങോട്ട് ഒന്ന് വിളിക്കേ, തൻ്റെ അനിയൻ്റെ മക്കളെയൊക്കെ ഒന്ന് വിളിക്കേ, അതൊക്കെ മാന്യതയല്ലേ. അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കണ്ട. കുടുംബബന്ധം ചേർക്കുന്നവന് ദീർഘായുസ്സും കിട്ടും, അതുപോലെ തന്നെ സമ്പത്തിൽ ബർക്കത്തും കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞു. നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർക്ക് വീട്ടിൽ സിമ്പിളായിട്ട് നിസ്കരിക്കാവുന്നതേ ഉള്ളൂ ഈ പെരുന്നാൾ നിസ്കാരം. ഒരാൾ മുടക്കരുത് കേട്ടോ, ശക്തമായ സുന്നത്തുണ്ട്. എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കുക? സിമ്പിളാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. സുന്നത്താക്കപ്പെട്ട ബലിപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അതിൽ ഖിബ്ലക്ക് അഭിമുഖമായി എന്നൊക്കെ ചേർക്കാം, സുന്നത്താണ്. ഇത്രയേ ഉള്ളൂ. ബലിപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് ചെയ്തിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ വജ്ജഹത്തു പാരായണം ചെയ്യാം. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി, വജ്ജഹത്തു ഓതി കഴിഞ്ഞിട്ട് പിന്നെ 7 പ്രാവശ്യം തക്ബീർ കെട്ടുക. എത്ര തവണ? വജ്ജഹത്തു ഓതാനായിട്ട് നമ്മൾ ആദ്യം തക്ബീർ കെട്ടി, അപ്പോൾ ആദ്യത്തെ തക്ബീറിന് ശേഷം 7 തക്ബീറാണ്. മൊത്തത്തിൽ അപ്പോൾ 8 തക്ബീറോളം വരും, അല്ലേ? അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് വജ്ജഹത്ത് ഓതിയിട്ട് പിന്നെ 7 തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഓരോ തക്ബീറിൻ്റെ ഇടയിലും നമുക്ക് ചൊല്ലൽ സുന്നത്തായ ഒരു ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നമുക്കറിയുന്ന ദിക്റാണ്, എഴുതിയൊന്നും കാണിക്കണ്ടല്ലോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോൾ ഒന്നാമത്തെ തക്ബീറിന് ശേഷം അത്, രണ്ടാമത്തെ തക്ബീർ, അങ്ങനെ 7 തവണ തക്ബീർ. 7ാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്തായ സൂറത്തുകളുണ്ട്, അറിയുന്നവർ ഓതാം, അല്ലാത്തവർക്ക് ഏത് സൂറത്താണെങ്കിലും ഓതിയാൽ മതി. ശേഷം റുക്കൂഅ്, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, പിന്നെ ഇടയിലെ ഇരുത്തം, പിന്നെയും സുജൂദ്, പിന്നെ അവിടെ നിന്ന് ഉയർന്ന് നേരെ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു നമ്മൾ കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ, ഇല്ലേ? എഴുന്നേറ്റ് വന്ന് കൈകെട്ടും. ആ കൈകെട്ടിയ ഉടനെ 5 തക്ബീർ. ആദ്യത്തേൽ 7ആണ്, രണ്ടാമത്തേതിൽ ഈ കൈകെട്ടിയ ഉടനെ 5 തക്ബീർ. അപ്പോൾ നേരത്തെ കെട്ടിയതുപോലെ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു, അങ്ങനെ 5 തക്ബീർ. 5ാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം സൂറത്ത് ഓതുക. പിന്നെ റുക്കൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലെ ഇരുത്തം, പിന്നെയും സുജൂദ്, പിന്നെ അത്തഹിയ്യാത്തിലിരിക്കുക. അത്തഹിയ്യാത്ത് പൂർണ്ണമായി ഓതിയിട്ട് സലാം വീട്ടുക.
ഇത്രയേ ഉള്ളൂ ബലിപെരുന്നാൾ നിസ്കാരം. വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കൂലേ? നിസ്കരിക്കണം, വലിയ കൂലിയാണ് അതിനുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് സുബഹിക്ക് ശേഷം, അതായത് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമുക്ക് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഏടുകൾ, നമ്മുടെ കിതാബിൽ നിന്ന് നാം ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു മായ്ച്ച് കളയുമത്ര. ഈ പെരുന്നാൾ ദിവസമാണ് ചെയ്യേണ്ടത്. ബലിപെരുന്നാൾ ദിവസമോ അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസമോ, രണ്ടാലൊരു ദിവസത്തിൽ 2 ദിവസം നമുക്ക് ചെയ്യാം. പെരുന്നാൾ ദിവസം തന്നെ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അമല് നമ്മൾ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു മായ്ച്ച് കളയും എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് ചെയ്യുന്നതിലൂടെ ദീർഘായുസ് ലഭിക്കും. അത് മാത്രമല്ല, സമ്പത്തിൽ വർധനവ് തരും. സമ്പത്ത് നമുക്ക് ആവശ്യമല്ലേ? സമ്പത്തിൽ വർധന, ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരരുത്. സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നേ. അതുപോലെ നമുക്ക് ദീർഘായുസ്, ഉള്ള ആയുസ്സിൽ ബർക്കത്ത് ചെയ്യും. ചിലപ്പോൾ ഉള്ള ആയുസ് നമ്മൾ 70 വയസ്സ് വരെ ജീവിക്കാനുള്ളൂ. ആയിക്കോട്ടെ, രോഗങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി, അതല്ലേ ഏറ്റവും ഹൈർ. അപ്പോൾ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് തരും. എന്ത് ചെയ്താൽ മതി? ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും മതി. ഏത് ഇസ്തിഗ്ഫാറും ആയിക്കോട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാലും മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 തവണ പെരുന്നാൾ ദിവസം സുബ്ഹ് കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ഈ പ്രതിഫലമാണ്. നമ്മുടെ പാപങ്ങളെ അള്ളാഹു ഏടുകളിൽ നിന്ന് മായ്ച്ച് കളയും അത്രേ. അതുപോലെ മറ്റൊരു പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമ്മൾ പെരുന്നാൾ ദിവസം ഹദിയ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കും, സമ്മാനം കൊടുക്കും, മക്കൾക്ക് മിഠായി കൊടുക്കും, ഐസ്ക്രീം കൊടുക്കും, ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കും, ഭർത്താവിന് സമ്മാനം കൊടുക്കും. മരിച്ചുപോയി നമ്മുടെ ഉമ്മാക്കും പാപ്പാക്കും എന്ത് സമ്മാനം കൊടുക്കും? അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരുടെ ഖബറിലേക്കൊരു സമ്മാനമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, പെരുന്നാൾ ദിവസം ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത്രയേ ഉള്ളൂ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 300 തവണ ചൊല്ലിയാൽ, അത് ചൊല്ലിയിട്ട് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്താൽ മരണപ്പെട്ടവരുടെ ഖബർ പ്രകാശപൂരിതമാകും. പ്രകാശം കൊണ്ട് തിളങ്ങും, ഹൃദ്യമായി പ്രകാശിക്കും. എന്തൊരത്ഭുതമാണ്! അത് മാത്രമല്ല, ഈ ഓതിയ മനുഷ്യൻ്റെ ഖബറും പ്രകാശിക്കുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ. അപ്പോൾ 2 ദിക്റേ ഉള്ളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, സുബ്ഹാനല്ലാഹി വബിഹംദിഹി 300 തവണ. എത്ര ഹൃദ്യമായി നമുക്ക് ചെയ്യാം, എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് ചെറിയൊരു മജ്‌ലിസാണ് കണ്ടോ. നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. അപ്പോൾ ഒരുപാട് കുടുംബപരമായ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. പിന്നെ എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ കിച്ചണിലായിരിക്കും. ഓക്കെ, ആയിക്കോ, കിച്ചണിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കണം. അത് കിച്ചണിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് 4 മണി ആകരുത്. 4 മണിയായി പിന്നെ എന്ത് പെരുന്നാളാഘോഷ? പെരുന്നാളിൻ്റെ ഈ കിച്ചണിലെ പണിയൊക്കെ വേഗം അങ്ങ് തീർക്കുന്നത് ഒരു 10-12 മണിക്കുള്ളിൽ എല്ലാം അങ്ങ് തീർത്ത് വെച്ചിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങ്. ഇന്ന് ഉലഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുടുംബമായിട്ട് സന്തോഷിച്ച് മക്കളോടൊപ്പം ഇരുന്ന്, ഇത് നമ്മൾ 4 മണി അല്ലെങ്കിൽ 3 മണിയാകുമ്പോഴത്തേക്കും ഉച്ചഭക്ഷണം റെഡിയാവും. പിന്നെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് 5 മണിയാവും. പിന്നെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തുള്ള ആഘോഷിക്കാനായിട്ട്? അപ്പോൾ ഇത് ഭർത്താക്കന്മാരും മനസ്സിലാക്കി അവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മനോഹരമായ ഒരു പെരുന്നാളാക്കി നമുക്ക് മാറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ അവിടുത്തെ മുടി കളഞ്ഞിട്ട് സ്വഹാബത്തിനത് വീതം വെച്ച് കൊടുക്കാനായിട്ട് ഒരു സ്വഹാബിയെ വിളിച്ചു. അതാരാണ്? അബൂ ത്വൽഹയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യാ അബാ ത്വൽഹ, ഇവിടെ വരൂ. ഈ മുടി അങ്ങ് പിടിച്ചു കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഖസിമുഹു ബൈനന്നാസ്, ജനങ്ങൾക്ക് ഇത് വീതിച്ചു കൊടുക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതം വെച്ച് കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ മുത്തുനബിയുടെ ഷഅർ മുബാറക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകത്ത് പലയിടങ്ങളിലുമുണ്ട്, നമുക്ക് ബറക്കത്തെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഇന്നത്തെ ചോദ്യം, മുത്തുനബി തങ്ങളുടെ ആ മുടി, ആ തിരുമുടി, ആ ഷഅർ മുബാറക്ക് തൻ്റെ തൊപ്പിയിൽ വെച്ച് യുദ്ധം ചെയ്തൊരു സ്വഹാബിയുണ്ട്. ആ തൊപ്പിയിൽ ആ മുടി എനിക്ക് ലഭിച്ചതിന് ശേഷം, ആ മുടി വെച്ചതിന് ശേഷം ഞാൻ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ സ്വഹാബി, ഒരു യുദ്ധവീരനായ സ്വഹാബി. ആരാണ് ആ സ്വഹാബി? പടത്തലവനാണ്. ആരാണ്? കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മനോഹരമായൊരു തസ്ബീഹ്, നമ്മൾ എപ്പോഴും ചൊല്ലുന്ന തസ്ബീഹ്, ഇന്ന് പെരുന്നാൾ ദിവസത്തിൽ ചൊല്ലുമ്പോൾ അതിന് പ്രതിഫലം ഇരട്ടിയാണ്. 3 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈദുൽ ഹജ്ജ് 1 മുതൽ ഈ ദിവസം വരെ, മനോഹരമായി ഈ പെരുന്നാൾ ദിവസം വരെ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണയല്ല. അതപകേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നൽകണയല്ല. പടച്ചവനെ, ഈ പെരുന്നാൾ ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസുലാക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല. എന്തെല്ലാം മുറാദുകളാണോ കമൻറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്, മനസ്സിലുള്ളത് എല്ലാം അറിയുന്ന നാഥ ഹാസുലാക്കി കൊടുക്കണയല്ല. പടച്ചവനെ, മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ ഗർഭിണികൾ, വീടില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, കച്ചവടത്തിൽ ലാഭമില്ലാത്തവർ, കടം കൊണ്ട് വലയുന്നവർ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണോ അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണയല്ല. എല്ലാത്തിലുമുപരി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കളടക്കം എല്ലാവർക്കും പടച്ചവനെ നീ മഗ്ഫിറത്ത് കൊടുക്കണയല്ല. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയവരെയും, പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഖൈറുമായി ബന്ധപ്പെട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിൻ്റെ വാഹകർ, പിന്നണി പ്രവർത്തകർ, ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ തന്നെയും നീ ഒരുമിപ്പിക്കണയല്ല. ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.